CPM സമ്മേളനങ്ങളിൽ സ്വാധീനം ചെലുത്തി SDPIയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരും ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും തിരഞ്ഞെടുക്കുന്നതിലടക്കം സംസ്ഥാനത്തൊട്ടാകെ തീവ്ര മുസ്ലിം സംഘടനകൾ ഇടപെടൽ നടത്തുന്നതായാണ് വിവരം. പാർട്ടി സമ്മേളനം ആരംഭിക്കുന്നതോടനുബന്ധിച്ച് PV അൻവർ തുടങ്ങിവെച്ച ആരോപണ ശരങ്ങളുടെ ചുവട് പിടിച്ചുള്ള മതതീവ്രവാദികളുടെ പോരാട്ടം മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്രയും ആത്മവിശ്വാസത്തോടെയാണ്. CPM സമ്മേളനങ്ങളിൽ ഇടപെടാനും സമ്മേളന പ്രതിനിധികളെ വരുതിയിലാക്കാനും SDPIക്കും അവരുടെ മാതൃസംഘടന എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടിനും ഇന്ന് അവരുടെ സ്വാധീന മേഖലകളിലെല്ലാം പ്രത്യേക ചുമതലക്കാരുണ്ട്. ചുമതലക്കാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് CPMന്റെ പ്രാഥമിക അംഗത്വത്തിലുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. സമ്മേളനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് CPMന്റെ ചുമതലകളിൽ വരുന്നവരിൽ പരമാവധി പേരെ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ ആദർശവാഹകരാക്കുക എന്നതാണ് ഇടപെടലിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ നാളുകളിൽ SDPIയുടെ പ്രവർത്തനങ്ങളിൽ CPMന്റെ പ്രാദേശിക പിന്തുണ ഉറപ്പാക്കാനാകുമെന്ന് അവർ കണക്കാക്കുന്നു. PV അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ വർഗീയ ചിന്തകൾ ഉണർത്താൻ ഉപയോഗിക്കാവുന്നവയുടെ ചുവട് പിടിച്ച് ഇവർ നീക്കം ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലയിലും CPM സമ്മേളനങ്ങളെ നിരീക്ഷിക്കാനും വേണ്ട ഇടപെടൽ നടത്താനുമായി ചുമതലക്കാരെ നിയോഗിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ നേമം, കരമന, ഭീമാപ്പള്ളി, കൊല്ലം ജില്ലയിലെ ചടയമംഗലം, പത്തനാപുരം, കൊട്ടാരക്കര, പള്ളിമുക്ക്, കരുനാഗപ്പള്ളി, ആലപ്പുഴയിൽ കായംകുളം, പത്തിയൂർ, മുതുകുളം, കരുവാറ്റ, ആറാട്ടുപുഴ, സക്കറിയ ബസാർ, പുലയൻവഴി, പുന്നപ്ര, അമ്പലപ്പുഴ, പുറക്കാട്, തൃക്കുന്നപ്പുഴ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, ഫോർട്ട് കൊച്ചി, ആലുവ, മട്ടാഞ്ചേരി തുടങ്ങി വിവിധ മേഖലകളിൽ ഇടപെടൽ വ്യാപകമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ CPM അംഗത്വം സ്വീകരിച്ചവരിൽ 10% പേർ ക്യാമ്പസ് ഫ്രണ്ടിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചവരാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്യാമ്പസ് ഫ്രണ്ടിലോ പോപ്പുലർ ഫ്രണ്ടിലോ പ്രവർത്തിച്ച് അതിലെ പരിശീലനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർ സംഘടനയിൽ നിന്ന് പുറത്തു വന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറി അതിലൂടെ മാതൃസംഘടനയുടെ ആശയം നടപ്പാക്കുകയാണ് ഇവർ പിന്തുടരുന്ന ഒരു രീതി. ഇത്തരം നീക്കങ്ങൾക്ക് പാർട്ടിയിൽ സാഹചര്യമൊരുക്കാൻ ബഹുഭൂരിപക്ഷം ഏരിയ കമ്മിറ്റികളിലും കീഴ്ഘടകങ്ങളിലും പാർട്ടിയിൽ നിർണായക സ്ഥാനത്തുള്ള നേതാക്കളെയും ഇവർക്ക് സ്വാധീനിക്കാൻ ആയിട്ടുണ്ട്. CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ഇന്നു മുതൽ ചെറിയ ഇടവേള തുടങ്ങുമ്പോൾ ഇതുവരെ നടന്ന സമ്മേളനങ്ങളെ CPMനേക്കാൾ കീറിമുറിച്ച് പരിശോധിക്കുന്നത് SDPI പോലുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇതുവരെ പറഞ്ഞതിലെ യാഥാർത്ഥ്യം സമ്മേളനങ്ങളിൽ വിവിധ മേഖലകളിൽ നടന്ന പ്രതിനിധി സെക്രട്ടറി തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ സംശയാലുക്കൾക്ക് ബോധ്യമുണ്ടാകും. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.